Hi, hello, my dear students. We are starting part 2 class of our chapter 5 Money and Economy. പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ മണി ആൻഡ് ഇക്കോണമി എന്ന നമ്മുടെ 5th ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നിങ്ങൾ വ്യൂ ചെയ്തെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പാർട്ട് 2. അപ്പോൾ പ്ലേലിസ്റ്റ് ടീച്ചർ തയ്യാറാക്കിയിട്ട് ഇടും. അപ്പം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്ത് പാർട്ട് 1ഉം പാർട്ട് 2ഉം രണ്ട് വീഡിയോകളും കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് നിങ്ങൾക്ക് വ്യൂ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. അപ്പം മണി ആൻഡ് ഇക്കോണമി ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് പഠിച്ചത്? എന്താണ് പണം, വാട്ട് ഈസ് മണി ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് മണി. മണിയുടെ, പണത്തിൻ്റെ പല ഫങ്ഷൻസാണ് നമ്മൾ പാർട്ട് 1 ആ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതും നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ പഠിച്ചതും. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് മണി ആൻഡ് ദ സെൻട്രൽ ബാങ്ക് എന്നുള്ള നമ്മുടെ പേജ് നമ്പർ 106 മണി ആൻഡ് ദ സെൻട്രൽ ബാങ്ക്. അതാണ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഡിഫറെൻറ്റ് ബാങ്ക്സ്, എസ്പെഷ്യലി RBI. നമ്മൾ ഇന്ന് പഠിക്കുന്നത് RBI പറ്റിയാണ്. കാരണം RBI ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. എല്ലാ രാജ്യങ്ങൾക്കും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. ആ സെൻട്രൽ ബാങ്ക് ആയിരിക്കും അവിടുത്തെ ബാങ്കുകളുടെ അപ്പെക്സ് ബോഡി, ഏറ്റവും ടോപ്പ് ബോഡി. ആ ബാങ്കിനെ ഇന്ത്യയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കംപ്ലീറ്റും നമ്മുടെ ഈ പാർട്ട് 2 ക്ലാസ് കംപ്ലീറ്റ് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പല ഫങ്ഷൻസ് നമ്മൾ പഠിക്കാൻ പോവാം. അപ്പോൾ നമുക്ക് ചെയ്യാം. സഞ്ജീവ് മൽഹോത്ര RBI ഗവർണറാണ് ഇദ്ദേഹം. നമ്മുടെ പ്രസൻറ്റ് ഇപ്പോഴത്തെ RBIയുടെ ഗവർണറാണ്. നമുക്കറിയാം RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ആൾ ഗവർണറാണ്. ഇദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചറാണ് നമ്മുടെ കറൻസി നോട്ടുകളിലൊക്കെ ഉള്ളത്. നിങ്ങൾ കറൻസി നോട്ട് എടുത്ത് നോക്കണം കേട്ടോ. ഒരു കറൻസി നോട്ട് നമ്മുടെ ഇന്ന് പ്രചാരത്തിലുള്ള ഇന്ത്യയിലെ കറൻസി നോട്ടുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. 500, ദെൻ 100, ദെൻ 50, 20, 10. അപ്പോൾ എല്ലാ കറൻസി നോട്ടുകളിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, RBI ഗവർണറുടെ സിഗ്നേച്ചർ ഉണ്ടോ. ഓക്കെ, അപ്പോൾ RBI ഗവർണർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് RBIയുടെ ഗവർണർ. അപ്പോൾ പ്രസൻറ്റ് RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹമാണ് നിങ്ങളീ കാണുന്ന ആൾ. ഇതാണ് RBIയുടെ ഹെഡ് ക്വാർട്ടർ. RBIയുടെ ഹെഡ് ക്വാർട്ടർ മുംബൈയിലാണ്. അത് നിങ്ങൾക്കിവിടെ കാണാം. അവിടെ RBIയുടെ ഒരു എംബ്ലവും നിങ്ങൾക്കവിടെ കാണാം. ഓക്കെ, RBIയുടെ ഹെഡ് ക്വാർട്ടർ മുംബൈയിലാണ്. ദെൻ RBIയുടെ എംബ്ലം ഇതാണ്. RBIയുടെ എംബ്ലം നമ്മുടെ കറൻസി നോട്ടുകളിലെല്ലാം നിങ്ങൾക്ക് ഈ എംബ്ലം കാണാൻ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതീയ റിസർവ് ബാങ്ക്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതീയ റിസർവ് ബാങ്ക്. ഈ എംബ്ലമാണ് നമ്മുടെ കറൻസി നോട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയുള്ള കറൻസി നോട്ടുകൾക്ക് മാത്രമാണ് ഒഫീഷ്യലി നമ്മൾ അത് ഇന്ത്യയുടെ കറൻസി നോട്ട്. ബാക്കിയൊക്കെ ഫേക്കായിട്ടുള്ള നോട്ടുകളാണ്, ഫേക്കാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് RBI ഗവർണറുടെ സിഗ്നേച്ചറും RBIയുടെ എംബ്ലവും ഒക്കെ ഉള്ള നോട്ടുകളാണ്. അത് നമ്മുടെ അതോറിറ്റി ഉള്ള നോട്ടുകൾ. എന്നാലും മറ്റ് നോട്ടുകളൊക്കെ ഫേക്ക് ആയിരിക്കും. ഓക്കെ, ഫേക്ക് നോട്ടുകളൊക്കെ കൈവശം വെക്കുന്നതൊക്കെ നമുക്കറിയാം ക്രിമിനൽ കുറ്റമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. ഇനി നമുക്ക് RBI പറ്റിയാണ് നമ്മളിന്ന് പഠിക്കുന്നത് ടീച്ചർ പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട 3 പിക്ചേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഹൂ ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ഓൾ ടൈപ്സ് ഓഫ് മണി ഇൻ ഇന്ത്യ? പ്രിപ്പയർ എ നോട്ട്. അൾട്ടിമേറ്റ് അതോറിറ്റി, വാട്ട് ഇസ് മീനിങ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അതോറിറ്റി. ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതോറിറ്റി ഓഫ് ഓൾ ടൈപ്സ് ഓഫ് മണി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ എല്ലാ ടൈപ്പ് മണികളും, അത് കറൻസി ആയിക്കോട്ടെ, കോയിൻ ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഓഫ് മണീസിൻ്റെയും അൾട്ടിമേറ്റ് അതോറിറ്റി ആരാണ്? അവരെപ്പറ്റി ഒരു നോട്ട് തയ്യാറാക്കുക. പ്രിപ്പയർ എ നോട്ട്. ദ സെൻട്രൽ ബാങ്ക് ഈസ് ദ അൾട്ടിമേറ്റ് അതോറിറ്റി ഓഫ് ഓൾ ടൈപ്സ് ഓഫ്
മണി ഇൻ എ കൺട്രി. സെൻട്രൽ ബാങ്കാണ് നമ്മുടെ പണത്തിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ഇൻ ആ കൺട്രി. The central bank is the ultimate authority of all types of money in our country. The Reserve Bank of India is the Central Bank of India. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ പതിച്ചു വെക്കുക. The Reserve Bank of India, RBI, is the Central Bank of India. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ലാതെ പറയാം, RBI. ഇറ്റ്സ് ഹെഡഡ് ബൈ ദ ഗവർണർ. അതിൻ്റെ ഹെഡ്, അതിൻ്റെ നേതൃത്വം ആർക്കാണ്? ഗവർണർ. ഓക്കെ, സഞ്ജീവ് മൽഹോത്രയാണ് ഇപ്പോഴത്തെ ഗവർണർ. ഇനി എന്നാണ് നമ്മുടെ RBIയുടെ സ്റ്റാർട്ടിങ്? ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1st April 1935. ബിഫോർ ദി ഇൻഡിപെൻഡൻസ് വി സ്റ്റാർട്ടഡ് RBI. അപ്പം ബ്രിട്ടീഷുകാരുടെ അവരുടെ ഗവൺമെൻറ് ഉള്ള കാലത്ത് തന്നെ ഇന്ത്യക്ക് ഒരു RBI ഉണ്ടായിരുന്നു. ഓക്കെ, 1st April 1935 ഇൻ കൊൽക്കത്ത. ഇൻ ദാറ്റ് ടൈം കൊൽക്കത്ത വാസ് ദ ഹെഡ് ക്വാർട്ടർ ഓഫ് RBI. ബ്രിട്ടീഷുകാരുടെ കാലത്തെ കൊൽക്കത്തയായിരുന്നു RBIയുടെ ഹെഡ് ക്വാർട്ടർ. അത് നിലവിൽ വന്നത് ഒരു ആക്ട് പ്രകാരമാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് അതിൻ്റെ പേര്. ദിസ് RBI, it was established on 1st April 1935 in Kolkata under the Reserve Bank India Act. നമുക്കറിയാം, ഏതൊരു സ്ഥാപനവും പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നമുക്ക് നിയമം വേണം, അല്ലേ? അപ്പോൾ RBI എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് പാർലമെൻറ്റ് ഒരു നിയമം ഉണ്ടാക്കണം. ആ നിയമത്തിൻ്റെ പേരാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. The headquarters of Reserve Bank was shifted to Mumbai and it was nationalized in 1949. റിസർവ് ബാങ്കിനെ നാഷണലൈസ്ഡ് ചെയ്ത, നമ്മുടെ ദേശത്തിൻ്റെ ബാങ്കാക്കി മാറ്റിയത് 1949 അപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് 1947 നിങ്ങൾക്കറിയാം. ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു 2 years നമ്മളെടുത്തു നമ്മുടെ RBIയെ നാഷണലൈസ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം പബ്ലിക് സെക്ടറിലേക്ക് കൊണ്ടുവരിക, ഗവൺമെൻറ്റിൻ്റെ ഒരു അണ്ടറിലേക്ക് കൊണ്ടുവരിക, ഗവൺമെൻറ് സ്ഥാപനമാക്കി മാറ്റുക എന്നാണ് നാഷണലൈസ്ഡ്. സോ അവർ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് RBI വാസ് ഷിഫ്റ്റഡ് ടു മുംബൈ ആൻഡ് ഇറ്റ് വാസ് നാഷണലൈസ്ഡ് ഇൻ 1949. ഓക്കെ, RBIയെ പറ്റിയുള്ള, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയുള്ള ജനറലായിട്ടുള്ള ഒരു നോട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. നമ്മുടെ മണി ബന്ധപ്പെട്ട എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് അതോറിറ്റിയാണ് സെൻട്രൽ ബാങ്ക്. അത് ഹെഡ് ചെയ്യുന്നത് ഗവർണറാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1st April 1935 കൊൽക്കത്തയിൽ ആയിരുന്നു ഹെഡ് ക്വാർട്ടർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണ് അതിനുവേണ്ടി ഉണ്ടാക്കിയത്. ഓർക്കാൻ എളുപ്പമല്ലേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ആക്ട് ഏതാ? അതേ പേര്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്. ഹെഡ് ക്വാർട്ടർ ഷിഫ്റ്റ് ചെയ്ത് മുംബൈയിലേക്ക് കൊണ്ടുവരികയും അതിനെ നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയത്. നമ്മുടെ പബ്ലിക് പരീക്ഷയ്ക്കും സെക്കൻഡ് ടൈം പരീക്ഷയ്ക്കും ഒക്കെ ചോദിക്കാം. വിച്ച് ആർ ദ ഫങ്ഷൻസ്? വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ലിസ്റ്റ് ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ക്വസ്റ്റ്യൻ നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾ ഈ പോയിൻറ്റ്സ് മാത്രം എഴുതുക. 4, 5, 6 മാർക്കാണെങ്കിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലനേഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്കോർ നോക്കുക. ക്വസ്റ്റ്യൻ ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ സ്കോർ നോക്കിയിട്ട് വേണം നമ്മൾ ആൻസറിൻ്റെ ലെങ്ത് തീരുമാനിക്കാൻ. ക്വസ്റ്റ്യന് 3 മാർക്കാണ് ക്വസ്റ്റ്യനിൽ സ്കോർ ഉള്ളെങ്കിൽ നമുക്ക് ലെങ്തി ആൻസറിൻ്റെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ പോയിൻറ്റ്സ് അങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ 6 ഫങ്ഷൻസ് ആണ് നമ്മുടെ റിസർവ് ബാങ്കിനുള്ളത്. എന്നാൽ അതൊരു 6 മാർക്ക്, 5 മാർക്ക്, 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിലോ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ്. ഓക്കെ, വിച്ച് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക്? ഫസ്റ്റ് ഫങ്ഷൻ, പ്രിൻറ്റിങ് ആൻഡ് ഇഷ്യൂയിങ് കറൻസി. ഇന്ത്യയിൽ കറൻസി പ്രിൻറ്റ് ചെയ്യാനായിട്ടും അത് ഇഷ്യൂ ചെയ്യാനായിട്ടും അതോറിറ്റി പവർ എന്ന് പറയുന്നത് RBIക്ക് മാത്രമാണ്. ഓക്കെ, പ്രിൻറ്റിങ് കറൻസി ആൻഡ് ഇഷ്യൂയിങ് കറൻസി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫങ്ഷൻ. അപ്പോൾ വേറെ അവർ ഈ കറൻസി നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുകയും ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ആർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഈ കറൻസി ഇല്ലാതെ നമ്മൾ ആളുകൾ വിഷമിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും, പ്രോബ്ലം അനുഭവിക്കേണ്ടി വരും. അപ്പം റിസർവ് ബാങ്കിനെയാണ് നമ്മളത്, അതിൻ്റെ അതോറിറ്റി അവരാണ്, പ്രിൻറ്റിങ് ആൻഡ് ഇഷ്യൂയിങ് കറൻസി. ദെൻ ഇറ്റ് ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്നു. നമുക്കതെന്താണെന്ന് നോക്കാം. ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്.
നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ സപ്ലൈയെ കൺട്രോൾ ചെയ്യുക. നമുക്കറിയാം അൺകൺട്രോൾഡായിട്ട് പണം നമ്മുടെ മാർക്കറ്റിലേക്ക് ഇക്കോണമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പണത്തിൻ്റെ വാല്യൂ ഡിക്രീസായി. ഇപ്പോൾ ഏതോ ആഫ്രിക്കൻ രാജ്യത്തെ പറ്റി പറയുന്നത് കേട്ടോ, സൊമാലിയയോ അങ്ങനെ എന്തോ ഒരു ആഫ്രിക്കൻ രാജ്യത്തെ പറ്റി ടീച്ചർ വായിച്ചത് ഓർക്കുന്നു. അവിടെ 1 kg റൈസ് മേടിക്കാൻ ഒരു ചാക്ക് നിറച്ച് പണവും കൊണ്ട് പോകണം. വൈ? ബിക്കോസ് അവരുടെ പണത്തിന്, അവരുടെ കറൻസിക്ക് യാതൊരു വാല്യൂ ഇല്ല. കെട്ടുകണക്കിന് കറൻസി കൊടുത്താൽ മാത്രമേ, ചാക്ക് കണക്കിന് കറൻസി കൊടുത്താലേ അവർക്കൊരു ചെറിയ ഏതെങ്കിലും ഒരു ഐറ്റം അവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു വളരെ മോശം ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാതിരിക്കാൻ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു? കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. നമ്മുടെ രാജ്യത്തിൻ്റെ മണിയുടെ സപ്ലൈയും ക്രെഡിറ്റിനെയും അവർ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ. ആക്ട് ആസ് ദ ഗവൺമെൻറ് ബാങ്ക്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കാണ് റിസർവ് ബാങ്ക്. ആക്ട് ആസ് ദ ഗവൺമെൻറ്റ്സ് ബാങ്ക്. ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് റിസർവ് ബാങ്കുമായിട്ടാണ്. ഗവൺമെൻറ്റിന് എന്തൊക്കെ ഇടപാടുകളാണ് ഈ ബാങ്കുമായിട്ടുള്ളത്? അവർക്ക് മണി ലോൺ എടുക്കണം, മണി ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലേ? ഗവൺമെൻറ്റിന് പണം ഉണ്ട്, അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം ഡെപ്പോസിറ്റ് ചെയ്യണം, ഗവൺമെൻറ്റിന് പണം ആവശ്യം വരുമ്പോൾ ലോൺ വേണം. ഇതെല്ലാം ഗവൺമെൻറ് മറ്റ് സ്മോൾ ബാങ്കുകളിലേക്ക് പോവുകയില്ല. ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്. ഓക്കെ. ആക്ട് ആസ് ദ ഗവൺമെൻറ്റ്സ് ബാങ്ക്. ദെൻ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. നമുക്ക് നമ്മുടെ രാജ്യത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വേണം. ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറിൻ രാജ്യത്തിൻ്റെ പണം, അല്ലേ? ഇപ്പോൾ ഡോളർ ആകാം, യൂറോ ആകാം, എന്താണോ, yen ആകാം, അങ്ങനെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൻ്റെ ഏറ്റവും എന്താണ് ഡെവലപ്ഡ് നേഷൻസിൻ്റെയൊക്കെ ഫോറിൻ കറൻസി നമ്മൾ റിസർവ് ചെയ്ത് വെക്കും. അതുപോലെ ഗോൾഡ് റിസർവ് ചെയ്ത് വെക്കുക. നമുക്കറിയാം എല്ലാ കറൻസിക്കും വാല്യൂ നഷ്ടപ്പെട്ടാലും വാല്യൂ വെക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സമ്പത്തെന്ന് പറയുന്നതാണ് ഗോൾഡ്. അപ്പോൾ നമ്മുടെ റിസർവ് ബാങ്ക് ടൺ കണക്കിന് ഗോൾഡ് റിസർവ് ചെയ്ത് വെക്കും, ഫോറിൻ കറൻസി റിസർവ് ചെയ്ത് വെക്കും. ഇതെല്ലാം റിസർവ് ബാങ്കാണ് ചെയ്യുക. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റിസർവ്സ്. ഓക്കെ. ദെൻ പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്. ധാരാളം റിപ്പോർട്ടുകളെ അവർ ഇയർലി, മന്ത്ലി, വീക്കിലി അവർ പല റിപ്പോർട്ടുകളും പബ്ലിക്കേഷൻ നടത്തും. അതായത് പബ്ലിഷ് ചെയ്യും നമുക്ക് വായിക്കാൻ വേണ്ടി. വെബ്സൈറ്റുകളിലും RBIയുടെ വെബ്സൈറ്റിലൊക്കെ നമുക്ക് ധാരാളം റിപ്പോർട്ടുകൾ കാണാം. ഓക്കെ. അപ്പോൾ 6 ഫങ്ഷൻസ് ആണ് നമ്മുടെ RBIക്കുള്ളത്. ഫസ്റ്റ് വൺ, പ്രിൻറ്റിംഗ് ആൻഡ് ഇഷ്യൂയിങ് കറൻസി. സെക്കൻഡ് വൺ, ബാങ്കേഴ്സ് ബാങ്ക്. കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. ആക്ട് ആസ് ദ ഗവൺമെൻറ്റ്സ് ബാങ്ക്. കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് റിസർവ്. പബ്ലിക്കേഷൻ ഓഫ് റിപ്പോർട്ട്സ്. ഓക്കെ. അപ്പോൾ ഇതങ്ങ് പഠിച്ചോണം. എന്നിട്ട് നമ്മുടെ സ്കോർ കൂടുതലാണെങ്കിൽ നമുക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. നമുക്ക് പഠിക്കാം എങ്ങനെയാണ് ഓരോന്നും. അപ്പോൾ നമുക്ക് ഫസ്റ്റിലേക്ക് പോകാം. അനലൈസ് ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് റെഗുലേറ്റ് ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ. ഇത് 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒരു essay ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക്. എത്ര ഫങ്ഷൻസ് ഉണ്ട്? 6. അതിനെ നിങ്ങൾ അനലൈസ് ചെയ്യുക. വാട്ട് ഇസ് ദ മീനിങ്? അനലൈസ് മീൻസ് യു ഹാവ് ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവരി പോയിന്റ്. 6 പോയിന്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതനുസരിച്ചുള്ള സ്കോർ കിട്ടും, 6 മാർക്ക് കിട്ടും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രിന്റ് ആൻഡ് ഇഷ്യൂ കറൻസി. ഫസ്റ്റ് വൺ. ഓക്കെ. In India, the Reserve Bank has the power to print and issue all types of currencies except coins and 1 rupee note. നമ്മുടെ റിസർവ് ബാങ്കിന് എല്ലാ കറൻസികളും, ഇപ്പോൾ നമുക്ക് സർക്കുലേഷനിലുള്ള എല്ലാ കറൻസികളും അവർക്ക് പ്രിൻ്റ് ചെയ്യാം, ഇഷ്യൂ ചെയ്യാം. പക്ഷേ 2 കാര്യങ്ങൾക്ക് അവർ ചെയ്യത്തില്ല. ഏതൊക്കെയാണ്? അതാണ് എക്സെപ്റ്റ് കോയിൻസ് അവരല്ല ചെയ്യുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്, അതിലൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓക്കെ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് കോയിൻസ് ചെയ്യുക. ആൻഡ് 1 rupee, 1 രൂപയും ചെയ്യുന്നത് റിസർവ് ബാങ്ക് അല്ല. അപ്പോൾ കോയിൻസും 1 rupee നോട്ടും. 1 rupee നോട്ട് അധികം ഇഷ്യൂ ഇപ്പോൾ സർക്കുലേഷനിലില്ല, എന്നാലും വളരെ ചുരുക്കം എവിടെയെങ്കിലുമൊക്കെ 1 rupeeയുടെ നോട്ട് കാണും. അതും കോയിൻസും ആരാണ് അത് മിൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മുടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഹൂ പ്രിൻറ്റ് 1 rupee നോട്ട് ആൻഡ് കോയിൻസ്. 1 rupee നോട്ടും കോയിൻസും ആരാണ് പ്രിൻറ്റ് ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളെ
നമ്മളെ നമ്മുടെ ഗവൺമെൻറ് ആയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളെ ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെയൊരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. കോയിൻസും 1 റുപ്പി നോട്ടുകളും ഗവൺമെൻറ് ആയിരുന്നു അത് മിൻറ്റ് ചെയ്യുന്നതും അത് ഇഷ്യൂ ചെയ്യുന്നതും. സെൻട്രൽ ഗവൺമെൻറ്റിനാണ് അതിൻ്റെ പവർ. ദ കോയിനേജ് ആക്ട് ഓഫ് 2011 ഗേവ് ദ സെൻട്രൽ ഗവൺമെൻറ് ദ പവർ ടു മിൻറ്റ് കോയിൻസ്. കേട്ടല്ലോ, സെൻട്രൽ ഗവൺമെൻറ് ആണ് കോയിൻസ് മിൻറ്റ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആണ് 1 റുപ്പി മിൻറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റീറ്റെയിൻസ് ദിസ് പവർ ആൻഡ് ദെയർഫോർ പ്രിൻറ്റ് 1 റുപ്പി നോട്ട് ആൻഡ് കോയിൻസ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ 1 റുപ്പി നോട്ടും കോയിൻസും റിസർവ് ബാങ്ക് മിൻറ്റ് ചെയ്യാത്തത്? അത് ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത്, നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്തെ അങ്ങനെ ഒരു രീതിയായിരുന്നു. അതിനെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റും ഫോളോ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേ ഹാസ് ദ പവർ ടു പ്രിൻറ്റ് ആൻഡ് ഇഷ്യൂ ഓൾ ടൈപ്പ് ഓഫ് കറൻസി എക്സെപ്റ്റ് കോയിൻസ് ആൻഡ് 1 റുപ്പി നോട്ട്. ദ കോയിൻസ് ആൻഡ് 1 റുപ്പി നോട്ട്സ് ആർ പ്രിൻറ്റഡ് ആൻഡ് ഇഷ്യൂഡ് ബൈ ദിസ് Ministry of Finance, the Government of India, Central Government of India, Ministry of Finance. They have the power. The Reserve Bank of India is responsible for designing, incorporating the security features, printing and distributing the currency. Currency, അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും അതിൻ്റെ പ്രിൻറ്റിങ്ങും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും all these responsibilities are vested on Reserve Bank of India. നമുക്കറിയാം ഈ കറൻസിയാണ്, അതിന് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വേണം, അല്ലെങ്കിൽ എന്ത് പറ്റും, ഫേക്കായിട്ടുള്ള കറൻസികൾ ധാരാളം ആൾക്കാർ അടിച്ചിറക്കുകയും അത് നമ്മുടെ ഗവൺമെൻറ്റിനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഗവൺമെൻറ് തന്നെ ഇല്ലാതാകും, നമ്മുടെ രാജ്യം തന്നെ അസ്ഥിരപ്പെട്ടു പോകും, അല്ലേ? നമ്മുടെ കറൻസിക്ക് ഗവൺമെൻറ്റിൻ്റെ അല്ലെ റിസർവ് ബാങ്കിൻ്റെ കറൻസിക്ക് അതിൻ്റേതായ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വേണം. അത് ആർക്കും ആ രീതിയിൽ ചെയ്യാൻ പറ്റരുത്. അത്രയ്ക്ക് വളരെ ടോപ്പ് സെക്യൂരിറ്റിയാണ് നമ്മുടെ കറൻസിക്ക്. ഓക്കെ, അതിൻ്റെ പ്രിൻറ്റിങ്ങും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിന് കൊടുക്കേണ്ട സേഫ്റ്റിയും സെക്യൂരിറ്റിയും എല്ലാം റിസർവ് ബാങ്കിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഇനി എവിടെയാണ് നമ്മുടെ കറൻസി നോട്ടുകൾ പ്രിൻറ്റ് ചെയ്യുന്ന അതിൻ്റെ പ്രസ്സുകളുള്ളത്? ദ കറൻസി നോട്ട്സ് ആർ പ്രിൻറ്റഡ് അറ്റ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യസ് പ്രിൻറ്റിംഗ് പ്രസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രിൻറ്റിംഗ് പ്രസ്സുകളായ നാസിക്, ദേവാസ്, മൈസൂർ ആൻഡ് സൽബോണി 4 സ്ഥലത്താണ് നോട്ട് പ്രിൻറ്റ് ചെയ്യുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാസിക്കിലെ നമ്മുടെ പ്രസ്സാണ്, ഗവൺമെൻറ് പ്രസ്. മഹാരാഷ്ട്രയാണ് ഈ നാസിക് എന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിലാണ്. ദേവാസ് ആണ് സെക്കൻഡ് വൺ എന്ന് പറയാവുന്നത്, മധ്യപ്രദേശിലെ ദേവാസ്. അവിടെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ട്, അവിടെയാണ് കറൻസി പ്രിൻറ്റ് ചെയ്യുക. വലിയ സെക്യൂരിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്രിൻറ്റിംഗ് പ്രസ്സാണ് ഈ ദേവാസ്. ദെൻ മൈസൂരിൽ നമുക്കൊരെണ്ണമുണ്ട്, കർണാടകയിലെ മൈസൂരിൽ ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ സൽബോണി എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലും ഒരു ചെറിയ പ്രസ്സിൽ ഈ കറൻസി പ്രിൻറ്റിങ് നടക്കുന്ന ഗവൺമെൻറ് പ്രസ്സുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ഥലങ്ങളും അതിൻ്റെ സ്റ്റേറ്റും ഒന്ന് പഠിച്ചു വെക്കുക. ഇനി ഇതിൻ്റെ എല്ലാം ഓണർഷിപ്പ് RBIക്കാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു RBIയിൽ തന്നെ ഒരു സെക്ഷനുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പ്രിൻറ്റിങ് നടത്തുന്ന RBIയുടെ സ്പെഷ്യൽ വിങ്ങിന് പറയുന്ന പേരാണ് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡ്, BRBNML. ഓക്കെ, അതാണ് ആ ഒരു പ്രത്യേക സെക്ഷൻ. അവരാണ് കറൻസി പ്രിൻറ്റ് ചെയ്യുന്നത്. അതിന് 4 ഗവൺമെൻറ് പ്രസ്സുകളാണുള്ളത്: നാസിക്, ദേവാസ്, മൈസൂർ ആൻഡ് സൽബോണി. ഓക്കെ, ദെൻ ഈ കറൻസി പ്രിൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വേർഡ് പഠിക്കാം. ഒരു ന്യൂ വേർഡാണ് ഡീമോണിറ്റൈസേഷൻ. ഡീമോണിറ്റൈസേഷൻ, വാട്ട് ഈസ് ഡീമോണിറ്റൈസേഷൻ? നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് ഡീമോണിറ്റൈസേഷൻ ലാസ്റ്റ് നടന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയത്തില്ല, ടീച്ചറിനൊക്കെ നല്ല ഓർമ്മയുണ്ട്. വൈകുന്നേരം 8 മണിക്ക്, അതായത് 2016 നവംബർ 8 വൈകുന്നേരം 8 PM നമ്മൾ മെയിൻ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. ഏതൊക്കെ രൂപകളാണെന്നോ അന്ന് ബാൻ ചെയ്തത്? 500-ൻ്റെയും 1000-ൻ്റെയും എല്ലാ കറൻസികളും ഗവൺമെൻറ് ബാൻ ചെയ്തു. ഡീമോണിറ്റൈസേഷൻ. അത് ലാസ്റ്റ് നടന്നത് 2016. നമുക്കൊന്ന് പഠിക്കാം എന്താണ് ഡീമോണിറ്റൈസേഷൻ. ബേസ്ഡ് ഓൺ ദ ഗവൺമെൻറ്റ്സ് ഇൻസ്ട്രക്ഷൻസ്, the Reserve Bank of India can withdraw the currency notes in circulation. നിലവിലുള്ള സർക്കുലേഷനിലുള്ള കറൻസി നോട്ടുകളെ
ഗവൺമെൻറ്റിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് റിസർവ് ബാങ്കിന് വിഡ്രോ ചെയ്യാം. വാട്ട് ഇസ് ദ മീനിങ് വിഡ്രോ? പിൻവലിക്കാം. മനസ്സിലായല്ലോ? ഇപ്പോൾ സർക്കുലേഷനിലുള്ള ഏത് കറൻസിയെയും റിസർവ് ബാങ്കിന് വിഡ്രോ ചെയ്യാനുള്ള പവറുണ്ട്. അത് പക്ഷേ അവർ സ്വന്തം നിലയിലല്ല ചെയ്യുന്നത്, ബേസ്ഡ് ഓൺ ദ ഗവൺമെൻറ്റ്സ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാൻ വിഡ്രോ എനി കറൻസി നോട്ട് ഇൻ സർക്കുലേഷൻ. ദിസ് ഈസ് നോൺ ആസ് ഡിമോണിറ്റൈസേഷൻ. അങ്ങനെ കറൻസി നോട്ടുകളെ വിഡ്രോ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് ഡിമോണിറ്റൈസേഷൻ. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ കറൻസി കൊടുക്കുക, ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ കറൻസി വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ 2000 രൂപ 2000-ൻ്റെ ഒരു ന്യൂ ഒരു കറൻസി അവരെ ഇഷ്യൂ ചെയ്തു. പക്ഷേ അതും അധികം സർക്കുലേഷനിലേക്ക് ഇപ്പം വരുന്നില്ല. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സർക്കുലേഷനിൽ വരുന്ന ഒരു ടോപ്പ് വാല്യൂ ഉള്ള കറൻസി എന്ന് പറയുന്നത് നമ്മുടെ 500 നോട്ടാണ്. 500. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്തെങ്കിലുമൊക്കെ മാൽ പ്രാക്ടീസസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കള്ളപ്പണക്കാരെ ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയും ഗവൺമെൻറ് എടുക്കുന്ന ഒരു പ്രത്യേക ഒരു പോളിസിയാണ് ഈ ഡിമോണിറ്റൈസേഷൻ. ഓക്കെ, അത് എല്ലാ കാലത്തും ചെയ്യാറില്ല, വളരെ അപൂർവമായിട്ടൊക്കെ ഗവൺമെൻറ് അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസും RBIക്ക് കൊടുക്കാറുണ്ട്. ദേ ക്യാൻ വിഡ്രോ എനി കറൻസി നോട്ട് ഇൻ സർക്കുലേഷൻ. ദിസ് ഈസ് നോൺ ആസ് ഡിമോണിറ്റൈസേഷൻ. ഓക്കെ, ദെൻ റിസർവ് ബാങ്ക് ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക് പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ഒരു ഫംഗ്ഷനാണ്. ദ റിസർവ് ബാങ്ക് ആക്ട് ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്. ഇറ്റ് പ്രൊവൈഡ് എമർജൻസി ലോൺ ടു ബാങ്ക്സ് ഇൻ ദ ടൈം ഓഫ് ക്രൈസിസ്. ഏതെങ്കിലും ബാങ്ക് ഭയങ്കരമായ ക്രൈസിസിൽ പെട്ടു, അവർക്ക് പണത്തിൻ്റെ കുറവ് വന്നു, ഉടനെ തന്നെ റിസർവ് ബാങ്ക് എന്ത് ചെയ്യുന്നു? ദേ പ്രൊവൈഡ് എമർജൻസി ലോൺസ്. ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും ചെറിയ ബാങ്കുകളെ, SBI, കാനറ ബാങ്ക്, നമുക്കറിയാം അനേകം ബാങ്കുകൾ നമുക്ക് നാഷണൽ ബാങ്ക്സ് ഉണ്ട്. അവർക്ക് ആർക്കെങ്കിലും പണത്തിൻ്റെ ക്രൈസിസ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായാൽ RBI പ്രൊവൈഡ് എമർജൻസി ലോൺസ് ടു ബാങ്ക്സ്. അപ്പം നമ്മൾ ഇൻഡിവിജ്വൽസ് നമുക്ക് പണത്തിന് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെറിയ ബാങ്കുകളിൽ പോയി ലോൺ എടുക്കും. അതുപോലെ ബാങ്കുകൾക്ക് ക്രൈസിസ് വന്നാൽ അവർ പോകേണ്ടത് RBIയിലേക്കാണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് എമർജൻസി ലോൺസ് ടു ബാങ്ക്സ് ഇൻ ദ ടൈം ഓഫ് ക്രൈസിസ്. ദ RBI, the Reserve Bank, maintain the reserves of bank and helps to settle transactions between banks. They maintain the reserve. നമ്മുടെ RBI എല്ലാ ബാങ്കുകൾക്കും ഒരു പെർസെൻറ്റേജ് പറയും, അത്രയും അവർ പണം റിസർവിൽ ബാങ്കിൽ വെക്കണം. അതായത് എല്ലാ ബാങ്കുകളും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ SBIക്ക് കിട്ടുന്ന പണത്തിൽ അല്ലെങ്കിൽ ആ ബാങ്കിലേക്ക് വരുന്ന പണത്തിൽ ഒരു നിശ്ചിത പെർസെൻറ്റേജ്, അത് RBI നിശ്ചയിക്കുന്ന ഒരു പെർസെൻറ്റേജ് എല്ലാ ബാങ്കുകളും RBIയിൽ അതെന്ത് ചെയ്യണം? ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ അവർക്ക് എല്ലാവർക്കും RBIയിൽ ഒരു റിസർവ് വേണം. അങ്ങനെ എന്തിനാണ് വെക്കുന്നത്? ആളുകളെ കബളിപ്പിക്കാതിരിക്കാനാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ടീച്ചറിന് ഇപ്പം SBIയിലെ ടീച്ചർ ഒരു 10 lakh റുപ്പി ഡെപ്പോസിറ്റ് ചെയ്തു. SBIക്ക് ഒരു ക്രൈസിസ് ഉണ്ടായി, അവരുടെ പണമെല്ലാം നഷ്ടപ്പെട്ടു, അവർക്കൊരു പ്രശ്നമുണ്ടായി, പ്രോബ്ലം ഉണ്ടായി. എൻ്റെ പണം അവർക്ക് തരാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ SBI ചെന്ന് ചെക്ക് എഴുതി കൊടുത്താൽ അവർ പറയും, എന്ത് പറയും? ഇപ്പം ഞങ്ങളുടെ ഈ പണമില്ല. അങ്ങനെ നമ്മൾ ഡെപ്പോസിറ്റേഴ്സിനെ എന്തെങ്കിലും ചീറ്റിങ് സംഭവിക്കാതിരിക്കാൻ എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കിൽ എന്ത് ചെയ്യണം? റിസർവായിട്ട് പണം ഇടണം. റിസർവ് ബാങ്ക് മെയിൻറ്റെയിൻ ദ റിസർവ് ഓഫ് ബാങ്ക്സ്, അതാണ് അതിൻ്റെ അർത്ഥം. ആൻഡ് ഹെൽപ്സ് ടു സെറ്റിൽ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ബാങ്ക്സ്. രണ്ട് ബാങ്കുകൾ തമ്മിൽ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ്സിൽ, ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതും സെറ്റിൽ ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് അവരെ സഹായിക്കും. ചുരുക്കി പറഞ്ഞാൽ, തമാശയായിട്ട് ടീച്ചറൊരു കാര്യം പറയാം, ബാങ്കുകളുടെയൊക്കെ വലിയേട്ടനാണ് നമ്മുടെ റിസർവ് ബാങ്ക്, അല്ലേ? ചെറിയ ബാങ്കുകളുടെ, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ബാങ്കുകളുടെയും വലിയേട്ടനായിട്ട് വരും നമ്മുടെ റിസർവ് ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും പരസ്പരമുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും അവർക്ക് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ എമർജൻസി ലോണുകൾ കൊടുക്കാനും അവരിൽ നിന്നും ഒരു റിസർവ് ഫണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാനും റിസർവ് ബാങ്ക് സഹായിക്കും. അപ്പോൾ ബാങ്കുകളുടെയൊക്കെ ഒരു ആശ്രയമാണ് റിസർവ് ബാങ്ക്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിസർവ് ബാങ്ക് ആക്ട് ആസ് ബാങ്കേഴ്സ് ബാങ്ക്. ഓക്കെ, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ്. നമ്മുടെ രാജ്യത്തെ പണത്തിൻ്റെ സപ്ലൈയെ ഇവർ കൺട്രോൾ ചെയ്യും. നമ്മുടെ രാജ്യത്ത് യാതൊരു കൺട്രോളും ഇല്ലാതെ കുറേ പണം, കുറേ പേപ്പർ എടുത്ത് വെച്ച് 500-ൻ്റെയും 100-ൻ്റെയും 50-ൻ്റെയും 10-ൻ്റെയും നോട്ടുകൾ അങ്ങ് അടിച്ചിറക്കി
കെട്ടുകണക്കിന് സർക്കുലേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണത്തിന് എന്തെങ്കിലും വാല്യൂ കാണുമോ? നമ്മളൊരു 100 രൂപയും കൊണ്ട് ചെന്നാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമ്മൾ ചാക്ക് പടി പിന്നെ പണം കൊണ്ട് പോയാൽ, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ബസ്സിലോട്ട് കയറി ഒരു 2 കിലോമീറ്റർ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ഇന്നാണെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുത്താൽ മതി? ഒരു 10-12 രൂപ കൊടുത്താൽ മതി. പക്ഷേ ഇതുപോലെ പണത്തിന് കൺട്രോൾ ഇല്ലാതെ പണത്തെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഒരു ചാക്ക് നിറച്ച് പണം കൊണ്ടുപോയി കണ്ടക്ടറുടെ കൊടുത്താലേ നമുക്ക് 1 കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. അതുകൊണ്ട് റിസർവ് ബാങ്ക് പണത്തിൻ്റെ സപ്ലൈയെ കൺട്രോൾ ചെയ്യുന്നു, ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ മീനിങ്? വാട്ട് ഈസ് മീനിങ്? അവിടെയാണ് നമ്മൾ 2 വാക്കുകൾ പഠിക്കേണ്ടത്. ഇൻഫ്ലേഷൻ. വാട്ട് ഈസ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ വരാതിരിക്കാനാണ് ഈ കൺട്രോൾ കൊണ്ടുവരുന്നത്. ഹൗ ക്യാൻ വി മെഷർ ഇൻഫ്ലേഷൻ? എന്താണ് ഇൻഫ്ലേഷൻ? എങ്ങനെ അത് മെഷർ ചെയ്യാം? ഇൻഫ്ലേഷൻ എന്നുള്ളതിൻ്റെ മലയാളം വാക്ക് എന്താണെന്നോ? പണപ്പെരുപ്പം. അതായത് നമ്മുടെ സർക്കുലേഷനിൽ ധാരാളം പണം, ആളുകളുടെ കയ്യിലെല്ലാം പണം. അപ്പോൾ പണത്തിൻ്റെ വില താഴ്ന്നു, അതിൻ്റെ വാല്യൂ കുറയും. അത് അങ്ങനെ വരാതിരിക്കാൻ, അങ്ങനെ വന്നാൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ. ഈ ഇൻഫ്ലേഷൻ വരാതിരിക്കണമെങ്കിൽ ആര് കൺട്രോൾ ചെയ്യണം? റിസർവ് ബാങ്ക് കൺട്രോൾ ചെയ്യണം. So what is inflation? When the supply of money increases and the production of goods and services does not increase proportionately, there arises a situation where there are fewer goods and services and more money in the economy. അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രൊഡക്ഷനും നമ്മുടെ രാജ്യത്തുള്ള മണിയുടെ സപ്ലൈയും സൈമൾട്ടേനിയസ് പ്രപ്പോർഷനിലായിരിക്കണം. അതായത് മണിയുടെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷനും ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ പ്രപ്പോർഷനേറ്റ് ആയിട്ട്, അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന പണപ്പെരുപ്പം എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം, ഒരു ഇക്കണോമിക് പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പക്ഷേ സപ്പോസ് ദ സപ്ലൈ ഓഫ് മണി ഇൻക്രീസസ് ആൻഡ് ദ പ്രൊഡക്ഷൻ ഡിക്രീസസ്, വാട്ട് ഹാപ്പൻ? ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ വെയർ ഫ്യൂവർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് മോർ മണി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ. സാധനമില്ല, ആളുകളുടെ കയ്യിലെല്ലാം പണം ഒത്തിരി ഇരിക്കുന്നു, പക്ഷേ അതിനു മാത്രം പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായാൽ വാട്ട് ഹാപ്പൻ? ദിസ് കോസസ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു റൈസ്. അപ്പോൾ സാധനങ്ങളുടെ വില കൂടും, അല്ലേ? നമ്മൾ 500, ഇപ്പം നമുക്കറിയാം, അതിന് എക്സാമ്പിളാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിൻ്റെ വില. നേരത്തെ 100 രൂപ 1 kg ഉണ്ടായിരുന്നത് ഇപ്പോൾ 500 രൂപയായി. അതാണ് പ്രൈസ് റൈസ്. സോ because of this inflation, what happened? The prices of goods and services rise. An increase in the general price level of goods and services is known as inflation. അപ്പോൾ സാധനങ്ങളുടെ വില ഒരു ലെവലിൽ കൂടുതൽ ഉയരുന്നതിന് പറയുന്ന പേരാണ് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇൻഫ്ലേഷൻ ഉണ്ട്. നമ്മുടെ ഇക്കോണമിയിൽ ഇപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഒരു പ്രോബ്ലം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ കുറയുകയും മണി സപ്ലൈ കൂടുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്രീസ്, ഇറ്റ് റൈസ്. ദാറ്റ് ഈസ് നോൺ ആസ് ഇൻഫ്ലേഷൻ. ഇനി ഇൻഫ്ലേഷൻ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം? ഓക്കെ, ഇൻഫ്ലേഷൻ ഈസ് മെഷേർഡ് യൂസിങ് ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, CPI. ഇൻഫ്ലേഷനെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു യൂണിറ്റ് ഉണ്ട്, ഒരു മാർഗമുണ്ട്. അതിൻ്റെ പേരാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, which is prepared by National Statistical Office under MOSPI. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഉണ്ട്, അവരെ MOSPI ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ടാക്കി. അതനുസരിച്ച് ഇൻഫ്ലേഷൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അവർ മെഷർ ചെയ്യും. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കേണ്ട. ഇൻഫ്ലേഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. ഇത് ചെയ്യുന്നത് ആരാണെന്നുകൂടി എഴുതുക. വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അണ്ടർ MOSPI. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് മനസ്സിലായോ? പണപ്പെരുപ്പം. അതിൻ്റെ ലക്ഷണം എന്താണ്? ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റൈസ്, കൂടും. ഓക്കെ, ദെൻ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഇൻഫ്ലേഷൻ? ഇങ്ങനെ നമ്മുടെ ഇക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടായാൽ വാട്ട് ആർ ദ കോൺസിക്വൻസസ്? അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്താണ്? ഇഫ് ഇൻഫ്ലേഷൻ ഇൻക്രീസസ് ഇൻ ദി ഇക്കോണമി വിത്തൗട്ട് എനി കൺട്രോൾ, ഇറ്റ് കോസസ് എ ഡിക്രീസ് ഇൻ ദ പർച്ചേസിങ് പവർ ഓഫ് മണി. നമ്മുടെ പർച്ചേസിങ് പവർ അല്ല, പണത്തിൻ്റെ. അതായത് 100 രൂപ കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയാൽ നമുക്ക് ഇൻഫ്ലേഷന് മുമ്പ് 3 ഐറ്റം കിട്ടുമെങ്കിൽ
ഇൻഫ്ലേഷൻ ഉള്ള കാലത്ത് നമ്മൾ 100 രൂപയും കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയാൽ ഹാഫ് സാധനം പോലും കിട്ടുകയില്ല. അപ്പോൾ പണത്തിൻ്റെ പർച്ചേസിങ് പവർ അങ്ങ് കുറയും. 100 രൂപയ്ക്ക് യഥാർത്ഥത്തിൽ പഴയ കാലത്തെ എത്രയും പർച്ചേസിങ് പവർ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. 500 രൂപയ്ക്ക് ഒരു 10 വർഷം മുമ്പേ ഉണ്ടായിരുന്ന പർച്ചേസിങ് പവർ ഇപ്പോൾ ഉണ്ടോ? ഇല്ല. 500 രൂപ കൊണ്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പോയാൽ ഒരു 10 വർഷം മുമ്പ് നമുക്ക് കിട്ടുന്നിടത്തോളം ഐറ്റം മേടിച്ചുകൊണ്ട് നമുക്ക് വരാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇൻഫ്ലേഷൻ വരുമ്പോൾ ഇതാണ് സംഭവിക്കുക. ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഡിക്രീസസ്. ഒരു പർട്ടിക്കുലർ നോട്ടിന് എത്ര സാധനങ്ങളെ പർച്ചേസ് ചെയ്യാൻ പറ്റും, അതാണ് അതിൻ്റെ പർച്ചേസിങ് പവർ. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ കാലത്ത് എന്ത് സംഭവിക്കുന്നു? എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് റൈസ് ആവും. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പണവും കൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയാൽ അതിന് പർച്ചേസ് ചെയ്യാവുന്ന സാധനങ്ങളുടെ അളവ് കുറയും. അതിൻ്റെ അർത്ഥം എന്താണ്? ദ പർച്ചേസിങ് പവർ ഓഫ് മണി ഡിക്രീസസ് ബിക്കോസ് ഓഫ് ഇൻഫ്ലേഷൻ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കോൺസിക്വൻസസ്. അപ്പോൾ പണം നമുക്കൊരു 500 രൂപ 1000 രൂപയൊക്കെ കയ്യിലിരുന്നാലും ഒരു കാര്യമില്ല. വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ഇൻഫ്ലേഷൻ കാലത്ത് കിട്ടത്തുള്ളൂ. കാരണം എന്താ? ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന 1000 രൂപയ്ക്ക് അല്ലെ 500 രൂപയ്ക്ക് നമുക്ക് എന്തുണ്ട്? അതിന് പർച്ചേസിങ് പവർ തീരെയില്ല. ഓക്കെ, ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് പ്രൊട്ടക്ഷൻ. നമ്മുടെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുന്നു, ഇക്കണോമിക് ഗ്രോത്ത് കുറയുന്നു. ഇറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ്, വാട്ട് ഇസ് ദ മീനിങ്? അത് ഇക്കണോമിക് ഗ്രോത്തിനെ കുറയ്ക്കുന്നു. ഇറ്റ് ഡിക്രീസസ് ഇക്കണോമിക് ഗ്രോത്ത്. ദെയർഫോർ ഇൻഫ്ലേഷൻ മസ്റ്റ് ബി കൺട്രോൾഡ്. അതുകൊണ്ട് ഇൻഫ്ലേഷൻ നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ഇക്കണോമിയിൽ വരാൻ പാടില്ല. അതിനെ കൺട്രോൾ ചെയ്യണം. ഈ കൺട്രോൾ ആരാണ് നടത്തുക? ഇറ്റ് ഈസ് ഡൺ ബൈ RBI. അപ്പോൾ ആ കൺട്രോൾ നടത്തുന്നത് RBI ആണ്. RBI അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. RBI ഇൻഫ്ലേഷൻ വരാതെ, അതായത് നമ്മുടെ പണത്തിൻ്റെ പർച്ചേസിങ് പവർ കുറയാതെ, അതിനെ പണത്തിൻ്റെ ആ പർച്ചേസിങ് പവറിനെ നിലനിർത്താൻ വേണ്ടി, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി RBI എടുക്കുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സീസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി ഇൻ എക്കോണമി ഇൻ ദ ഫോം ഓഫ് M1, M2, M3 ആൻഡ് M4. വാട്ട് ദേ ആർ? എന്താണ് റിസർവ് ബാങ്ക് നമ്മുടെ ഇക്കോണമിയിലുള്ള പണത്തിൻ്റെ ടോട്ടൽ എമൗണ്ടിനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവർ കാണുന്നത് M1, M2, M3, M4 എന്ന രീതിയിലാണ്. എന്താണ് ഈ M1, M2, M3, M4? മണി എന്നുള്ളതിൻ്റെ വാക്കിൽ നിന്നാണ് M എടുത്തിരിക്കുന്നത് കേട്ടോ. M1 കോയിൻസ് ആൻഡ് കറൻസി നോട്ട്സ് ഹെൽഡ് ബൈ പബ്ലിക് ആൻഡ് സേവിംഗ് ഡെപ്പോസിറ്റ്സ് ഇൻ കൊമേഴ്സ്യൽ ബാങ്ക്സ്. M1 ദാറ്റ് മീൻസ് കോയിൻസ് ആൻഡ് കറൻസി നോട്ട്സ് ഹെൽഡ് ബൈ ദ പബ്ലിക്. ആളുകളുടെ കയ്യിലുള്ള കോയിൻസും കറൻസി നോട്ടുകളും. പിന്നെ സേവിംഗ് ഡെപ്പോസിറ്റിൻ്റെ കൊമേഴ്സ്യൽ ബാങ്ക്സ്, സാധാരണ ബാങ്കുകൾ, അതാണ് കൊമേഴ്സ്യൽ ബാങ്ക്. നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് കൊമേഴ്സ്യൽ ബാങ്ക്. അതായത് നമ്മുടെ SBI, കാനറ ബാങ്ക് ഒക്കെ പോലുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളുള്ള സേവിംഗ് ഡെപ്പോസിറ്റും. നമുക്കറിയാം ഡെപ്പോസിറ്റുകൾ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലേ. സേവിംഗ് ഡെപ്പോസിറ്റിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും യാതൊരു കൺട്രോളും ഇല്ലാത്ത, നിയന്ത്രണവും ഇല്ലാത്ത ഡെപ്പോസിറ്റിൻ്റെ പേരാണ് സേവിംഗ് ഡെപ്പോസിറ്റ്. അതുകൂടി എടുക്കും. അതാണ് M1. ദെൻ M1 പ്ലസ് സേവിംഗ് ഡെപ്പോസിറ്റ്സ് ഇൻ പോസ്റ്റ് ഓഫീസ്, സേവിംഗ് ബാങ്ക്സ്. പോസ്റ്റ് ഓഫീസിലെ സേവിംഗ് ഡെപ്പോസിറ്റുകളും പിന്നെ M1 കൂടി ടോട്ടലി ആഡ് ചെയ്യുന്നതാണ് M2. വാട്ട് ഈസ് M3? M1 പ്ലസ് നെറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഇൻ കൊമേഴ്സ്യൽ ബാങ്ക്സ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമുക്കറിയാം, കൊമേഴ്സ്യൽ ബാങ്കുകളിൽ നമുക്ക് 2 തരത്തിൽ പണമിടാം. ഒന്ന് സേവിംഗ് ഡെപ്പോസിറ്റ്, അത് എപ്പം വേണമെങ്കിലും എടുക്കാം. രണ്ടാമത്തേത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടേം ഇടുന്നുണ്ട് നമ്മൾ, 1 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, 10 വർഷത്തേക്ക്, അങ്ങനെ ഒരു ടേം പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ പൈസ മേടിക്കത്തുള്ളൂ. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ M3 എന്ന് പറയുമ്പോൾ M1ൻ്റെ കൂട്ടത്തിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി എന്താണ് M4? ദാറ്റ് മീൻസ് M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഇൻ പോസ്റ്റ് ഓഫീസ് എക്സ്ക്ലൂഡിംഗ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, where M1 and M2 are known as narrow money and M3 and M4 are known as broad money. അപ്പോൾ M1നെ M3 എന്ന് പറയുന്നത്, അല്ല M4 എന്ന് പറയുന്ന ആ ലാസ്റ്റ് വണ്ണില്ലേ, അത് M3 എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. M1ഉം നെറ്റ് ഫിക്സഡ് ഡെപ്പോസിറ്റും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ ആഡ് ചെയ്യുകയാണ് എന്ത്? ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ എല്ലാം വന്നു. ടോട്ടൽ ഡെപ്പോസിറ്റ് ഇൻ ദ പോസ്റ്റ് ഓഫീസിലൂടെ വന്നപ്പോൾ ടോട്ടൽ നമ്മുടെ രാജ്യത്തെ മണി അതിനകത്ത് വന്നു M4-നകത്ത്. ഇവിടെ M1നെയും M2നെയും നാരോ മണി എന്നും M3യെയും M4നെയും നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്രോഡ് മണി എന്നും വിളിക്കുന്നു. ബ്രോഡ് മണി.
ഓക്കെ, ഇതെന്ത് സംഭവം? റിസർവ് ബാങ്ക് നമ്മുടെ ഇക്കോണമിയിലുള്ള ടോട്ടൽ മണിയെ അത് അവരെങ്ങനെ കാണുന്നു, അവരെങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ നടത്തുന്നത്? 4 ടൈപ്പിലാണ് അവർ കാൽക്കുലേഷൻ: M1, M2, M3 ആൻഡ് M4. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI? RBI എങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. We have to study this portion the next class. Thank you, children. Thank you so much. May God bless you all.